ചേമ്പനിപ്പൂ സീരിയലിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളത്തെ നല്ലൊരു അടിപൊളി എപ്പിസോഡാണ് കേട്ടോ. വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ. അതുമാത്രമല്ല, സച്ചിക്ക് ഇത്രയും പണി കൊടുത്ത നമ്മുടെ അരുണിന് തിരിച്ച് നമ്മുടെ സച്ചി ഒരു പണി കൊടുക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവരും ഒന്ന് കമന്റ് ചെയ്യുന്നേ. അരുൺ അമ്മയ്ക്ക് മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് എമർജൻസി ആയിട്ട് ബൈക്കിലെ ഹെൽമെറ്റ് ഒന്നും ഇല്ലാതെ മെഡിക്കൽ ഷോപ്പിലേക്ക് പോയത്. ആരെങ്കിലും നമ്മുടെ സച്ചി കാണുകയും അത് വീഡിയോ ആയിട്ട് എടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ഇതിനെക്കുറിച്ച് അരുണിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അരുണാണെന്നുണ്ടെങ്കിൽ എമർജൻസി ആയിട്ട് മരുന്ന് മേടിക്കാൻ വേണ്ടി വന്നതുകൊണ്ട് ഹെൽമെറ്റ് എടുക്കാൻ വേണ്ടി മറന്നുപോയി. അതുമാത്രമല്ല, ഫോണിൽ സംസാരിക്കും കൂടി ചെയ്തിട്ടാണ് കേട്ടോ വന്നത്. അത് അത്യാവശ്യമായിട്ട് എടുക്കേണ്ട കോൾ ആയതുകൊണ്ട് എടുത്തതാണെന്നൊക്കെ പറയുന്നുണ്ട്. നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണല്ലോ. അത് സാധാരണക്കാര് ചെയ്താലും പോലീസുകാർ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും ഒരേപോലെയാണ്. അപ്പോ സാറിന് ഈ നിയമം ബാധകമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ. അപ്പോഴൊന്നും നമ്മുടെ സച്ചിയെ എതിർത്തുകൊണ്ട് നീ ഒന്ന് പോടാ, നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടാണ് നമ്മുടെ അരുൺ സച്ചിയുടെ അരികിൽ നിന്ന് പോയത്. അത്രയ്ക്കും വെല്ലുവിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സച്ചിയും വെറുതെ വിടാൻ വേണ്ടി പാടില്ലല്ലോ. നമ്മുടെ ഈച്ചയാണെങ്കിൽ സച്ചിയുടെ അടുത്ത് വേണ്ട, ആ വിട്ടേക്ക്, അയാൾ പോലീസുകാരാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അയാൾ അങ്ങനെ വിട്ടാ പറ്റില്ല, നല്ലൊരു പണി കൊടുക്കാൻ വേണ്ടി പോവാണെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനാട്ടോ സച്ചി ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം കാണിക്കുന്നത് സച്ചിയും എല്ലാവരും വീട്ടിലിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് അശോകനും അതുപോലെ തന്നെ വൈഫും കൂടി കയറി വരുന്നുണ്ട് കേട്ടോ. അശോകൻ വന്ന ഉടനെ തന്നെ രേവതിയുടെ അടുത്ത് ഒരു താലമൊക്കെ എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. രേവതി കൊണ്ടുപോയി താലം കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. ഇത് കണ്ട നമ്മുടെ രവിയാണെന്നുണ്ടെങ്കിൽ, അല്ല അശോക, നീ എന്താ ഈ വീടിന്റെ പുറമേ ഉള്ള ആളാണെന്നൊക്കെ ചോദിക്കുകയാണെ. എന്തിനാ ഇതൊക്കെ ആയിട്ട് വന്നത് എന്നുള്ള രീതിയിൽ. എങ്കിലും മൊറ എന്ന് പറയുന്ന ഒന്നില്ലെന്ന് പറഞ്ഞ് ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് ആ താലം രവിയുടെയും അതുപോലെ തന്നെ ചന്ദ്രയുടെയും കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. അന്ന് ഞാൻ ഇവിടെ വന്ന സമയത്ത് എന്റെ വിശ്വാസം എല്ലാം കൈവിട്ടു പോയി കരഞ്ഞുകൊണ്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വന്നത്. എന്റെ മകള് വീട് വിട്ടു പോയതോട് കൂടിയിട്ട് എല്ലാം തീർന്നു എന്നാ വിചാരിച്ചത്. എന്നാ ഇപ്പൊ അങ്ങനെയല്ല, ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. ഞങ്ങൾക്ക് പുറമെ തലകാട്ടി നടക്കാൻ വേണ്ടി പറ്റില്ല, ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് വരെ തോന്നിയിട്ടുണ്ടായിരുന്നു. എന്നാ ഇന്ന് ഞങ്ങള് സന്തോഷവാന്മാരായിട്ട് ഇരിക്കാനുള്ള ഒരേ ഒരു കാരണം സച്ചിയും രേവതിയാണെന്ന് അശോകന്റെ ഭാര്യ പറയുന്നുണ്ടേ. അതിനുമാത്രം അശോകങ്ങളെ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് സച്ചി ചോദിക്കുന്നുണ്ടേ. ഇത് നോക്ക് സച്ചി, നിങ്ങളാണ് ഞങ്ങളുടെ വീട്ടിലും അതുപോലെ തന്നെ ചെക്കന്റെ വീട്ടിലും സംസാരിച്ചിട്ട് ഈ ബന്ധം നല്ല രീതിയിൽ നടത്തിയത്. ഇത് നോക്ക് രവി, രണ്ടുപേരും ചെറിയ മക്കളാണെങ്കിൽ പോലും ഇവരുടെ മനസ്സിന്റെ വലിപ്പം അങ്ങ് വലുതാണ്. ഒരുമിച്ച് ജീവിക്കാൻ കാരണം ഇവരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അശോകൻ സച്ചിയും രേവതിയും പുകഴ്ത്തുന്നത് കേൾക്കുമ്പോഴേക്കും ഇവർ രണ്ടുപേരും ഇപ്പൊ ബ്രോക്കർ പണിയൊക്കെ തുടങ്ങിയെന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ കളിയാക്കി ചോദിക്കുന്നുണ്ട്. നീ എന്ത് വർത്താനം ചന്ദ്ര ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോ, അച്ഛാ അവരെന്തെങ്കിലുമൊക്കെ പറയട്ടെ, എന്തായാലും അച്ഛാ ഞങ്ങൾ കാരണം രണ്ടുപേര് സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ, അത് തന്നെ ഞങ്ങൾക്ക് വലിയ കാര്യമാണ്. അല്ലാതെ മറ്റുള്ളവരെ പോലെ രണ്ടുപേരെ പിരിക്കാനൊന്നും ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയണേ. അത് കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്ക് നന്നായിട്ട് കൊള്ളുന്നുണ്ട്. അവരുടെ മക്കള് നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനാണ് കേട്ടോ രണ്ടുപേരും വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർക്ക് ചായയൊക്കെ കൊടുത്ത് ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അതിനിടയ്ക്ക് നമ്മുടെ ചന്ദ്രയുടെയും അതുപോലെ തന്നെ സുധിയുടെയും കുറെ ചില ഡയലോഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സച്ചി ആണെങ്കിൽ സോഷ്യൽ മീഡിയയിലിട്ട ആ വീഡിയോ അങ്ങ് വൈറലാവുന്നുണ്ട് കേട്ടോ. മൊത്തം പോലീസ് ഡിപ്പാർട്ട്മെന്റ് അടക്കം എല്ലാവരും അറിഞ്ഞു നമ്മുടെ അരുൺ ഹെൽമെറ്റ് ഇടാതെ ഫോണിൽ സംസാരിച്ചും കൊണ്ട് ബൈക്കിൽ പോകുന്ന ആ ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞു കേട്ടോ. അമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് തന്നെ ലീവ് എടുത്തിട്ട് വീട്ടിലിരിക്കുന്ന അരുണിനെ വിളിച്ചത് പ്രകാരമാണ് കേട്ടോ അരുൺ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. വന്ന ഉടനെ തന്നെ പുറത്തു നിന്ന് ഒരു പോലീസുകാരനെ വിളിക്കുന്നുണ്ട്. സാറ് വിളിച്ചത് പ്രകാരമാണ് താൻ വന്നതെന്നുള്ള കാര്യം ആ പോലീസുകാരന്റെ അടുത്ത് അരുൺ പറയുവാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ എങ്ങനെയാണ് വിളിപ്പിക്കാതിരിക്കുക, താൻ ചെയ്തത് സാധാരണ ഒരു കാര്യമാണോ, അതിന് മാത്രം താൻ എന്താ ചെയ്തതെന്ന് അരുൺ ആ പോലീസുകാരന്റെ അടുത്ത് ചോദിക്കുവാണേ. നീ എന്തായാലും കുറച്ചു നേരം വെയിറ്റ് ചെയ്യ്, ഇൻസ്പെക്ടർ സാറ് ഇപ്പൊ വരുമെന്ന് പറഞ്ഞിട്ട് അവിടെ വെയിറ്റ് ചെയ്തോണ്ട് നിൽക്കുക. അങ്ങനെ അരുൺ ഇൻസ്പെക്ടർ വന്നതിന് ശേഷം അരികിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. സല്യൂട്ടൊക്കെ അടിച്ചതിന് ശേഷം അരുണിന്റെ അടുത്ത് ഇൻസ്പെക്ടർ സാർ ചോദിക്കുകയാണ് കേട്ടോ, താൻ എന്താണ് ചെയ്തത്? സിഗ്നലിൽ പോകുന്ന സമയത്ത് നമ്മളാണ് എല്ലാവരും പിടിക്കുന്നത്, ഫോണിൽ സംസാരിച്ചും കൊണ്ട് ബൈക്കിൽ പോകുന്ന ആൾക്കാരെ നമ്മൾ തന്നെ പിടിക്കുന്നു. ആ തെറ്റുകളെല്ലാം കൂടി താൻ ഒറ്റയടിക്ക് ചെയ്തല്ലോടൊന്ന് ചോദിക്കുവാണേ. സർ എന്താ പറഞ്ഞെന്നുള്ള കാര്യം അരുൺ മനസ്സിലാവാതെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഹെൽമെറ്റ് ഇടാതെ സെൽഫോണിൽ സംസാരിച്ചും കൊണ്ട് വണ്ടി ഓടിക്കുകയും ചെയ്തു. സർ അത് എന്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് മെഡിസിൻ മേടിക്കാൻ വേണ്ടിയിട്ട് അർജന്റായിട്ട് പോയതായിരുന്നു. ഈ ഒരു എമർജൻസി തന്നെയാണ് അരുൺ എല്ലാവർക്കും. നമ്മള് ഇതുപോലെ ആൾക്കാരെ പിടിക്കുന്ന സമയത്ത് അവർ ഇതുപോലത്തെ ഓരോരോ റീസൺസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് കേട്ടിട്ട് ചുമ്മാ തലയാട്ടി നിൽക്കുവോ? പബ്ലിക് തെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഈ തെറ്റുകളൊന്നും ചെയ്യാൻ വേണ്ടി പാടില്ല. ഇത് നോക്ക് അരുൺ, ഏതോ ഒരുത്തൻ നീ അങ്ങനെ പോകുന്നത് എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിപ്പോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. താൻ ഇത് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോൺ എടുത്തിട്ട് അരുൺ ഇങ്ങനെ കാണിച്ചു കൊടുക്കുവാണേ. ആ വീഡിയോ ഫോൺ മേടിച്ചിട്ട് നമ്മുടെ അരുൺ കാണുകയും ആ സമയത്ത് നമ്മുടെ അരുൺ ചിന്തിക്കുന്നത് ആ സച്ചി പറഞ്ഞ ഡയലോഗാണ് കേട്ടോ. നിങ്ങൾ അങ്ങനെ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കണ്ട, എന്നെ കൊണ്ട് എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിന്റെ ആധാരം എന്റെ കയ്യില് തെളിവായിട്ട് ഭദ്രമായിട്ടുണ്ട്
എന്നുള്ള കാര്യം പറഞ്ഞല്ലോ, അതിനെ കുറിച്ച് ഓർക്കുന്നുണ്ട്. അങ്ങനെ ഈ പണി ചെയ്തത് സച്ചിയാണെന്നുള്ള കാര്യം അരുണ് മനസ്സിലാവുകയാണേ. ഇനി എന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടാവില്ല എന്ന് അരുൺ പറയുമ്പോ അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നിനക്ക് 3 ദിവസത്തേക്ക് സസ്പെൻഷൻ തരാൻ വേണ്ടിയിട്ട് കമ്മീഷണർ ഓഫീസിൽ നിന്ന് ഓർഡർ വന്നിട്ടുണ്ട്. സർ, ഞാൻ എപ്പോഴും ശരിയായ രീതിയിൽ തന്നെ പോവാ, പക്ഷെ അതൊരു എമർജൻസിക്ക് ആയിരുന്നു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പോലീസുകാർക്ക് ഒരുപാട് ശത്രുക്കളുണ്ടാവും. നീ തന്നെ ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. നീ നല്ല കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനത്തെ നീ തന്നെ തെറ്റ് ചെയ്താലോ? ഓരോരുത്തരെ എപ്പോഴാണ് തക്കം കിട്ടുക നമ്മളെ കുരുക്കാൻ എന്നുള്ള കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നീ 3 ദിവസം വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുത്തിട്ട് വാ എന്ന് ഇൻസ്പെക്ടർ സർ പറയുന്നുണ്ട് കേട്ടോ. സർ, ഞാൻ വേണമെന്നുണ്ടെങ്കിൽ കമ്മീഷണർ ഓഫീസിൽ പോയിട്ട് സംസാരിക്കാന്ന് പറയുമ്പോ അരുൺ, അതിന്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ നീ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹത്തിന് ഇപ്പൊ നിന്നെ കാണാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. അതിനിട്ട് അദ്ദേഹം അനുവദിക്കത്തും ഉണ്ടാവില്ല. സർ, അന്ന് കാർ പിടിച്ചോണ്ട് വന്നില്ലേ ആ സച്ചി, അവനാണ് ഈ പണി ചെയ്തതെന്നുള്ള കാര്യം പറയുന്നുണ്ടേ. അന്ന് നീ അവനെ മനഃപൂർവ്വം കുരുക്കാൻ വേണ്ടി നോക്കിയതല്ലേ? അങ്ങനത്തെ നിനക്ക് അവനൊരു അവസരം കിട്ടിയപ്പോ തിരിച്ചു പണി തന്നു, അത്ര കരുതിയാ മതി. ശരി, എന്തായാലും താൻ പോവാൻ വേണ്ടി നോക്കുക എന്ന് പറഞ്ഞിട്ട് അരുണിന് സസ്പെൻഷൻ ഓർഡറും കൊടുത്തിട്ട് അവിടുന്ന് പറഞ്ഞു വിടുകയാണ് കേട്ടോ ഇൻസ്പെക്ടർ. പുറത്തിറങ്ങിയിട്ട് അരുണാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ. അപ്പോഴേക്കും ഒരു പോലീസുകാരൻ അങ്ങോട്ടേക്ക് വന്നിട്ട് എന്തായെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് 3 ദിവസത്തേക്ക് സസ്പെൻഷൻ കിട്ടി. എന്തായാലും 3 ദിവസത്തേക്ക് എന്ന് വെച്ചിട്ട് സമാധാനിച്ചോ നീ? ഇത് ആരാണ് ചെയ്തെന്നുള്ള കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ അരുൺ ഇങ്ങനെ പറഞ്ഞ് ദേഷ്യത്തിൽ നിൽക്കുവാണ് കേട്ടോ. സച്ചിയോട് ഭയങ്കര ദേഷ്യത്തിലാണേ ഉള്ളത്. ഇനി എന്തായാലും ഞാൻ അവനെ ചുമ്മാ വിടില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. എന്തായാലും ഇതിന് ആദ്യം തുടക്കം കുറിച്ചത് അരുൺ തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ അരുണിന് ഇത് അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അങ്ങനെയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ദേവു ആണെന്നുണ്ടെങ്കിൽ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് ചില മെഡിസിൻസ് ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. അമ്മ മെഡിസിൻസ് ഒക്കെ കഴിച്ചോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതൊക്കെ കൃത്യമായിട്ട് തന്നെ കഴിച്ചു. ഞാൻ കഴിച്ചിട്ടില്ലെങ്കിലും അരുൺ എന്നെ ചുമ്മാ വിടത്തില്ല. വീട്ടിലെ എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ അമ്മ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അമ്മ ഭക്ഷണം കഴിച്ചോ എന്നുള്ള കാര്യം ദേവ് ചോദിക്കുന്നേ. ഇല്ല, ഇനി കഴിക്കണം. അതെന്താ അമ്മ ഇത്രയും ലേറ്റ് ആയിട്ട് കഴിക്കാതിരിക്കുന്നത്? നേരത്തിന് ഭക്ഷണം കഴിക്കണ്ടെന്ന് ചോദിക്കുവാണേ. സാധാരണയായിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയം തന്നെയാണ്, പക്ഷേ അരുൺ ഇന്ന് നേരത്തെ വന്നിട്ടുണ്ട്. സാധാരണ അവൻ നൈറ്റിലാണ് വരാറുള്ളത്. പക്ഷെ ഇന്ന് പതിവിലും നേരത്തെ വന്നത് മുതൽ മുറിയിൽ വാതിലടച്ചിരിക്കുകയാണ്. ഒരക്ഷരം പോലും സംസാരിക്കാതെ. 2-3 തവണ ഞാൻ അവനെ വിളിച്ചു നോക്കി, പക്ഷെ അവൻ പുറത്തു വരുന്നില്ല. എന്താ അമ്മേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോ അതിന് മോളെ അവൻ എന്തെങ്കിലും തുറന്നു പറയണ്ടേ? ഞാൻ അവനെ വിളിച്ചു, പക്ഷെ അവൻ പുറത്തു വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ അമ്മ വാ, നമുക്ക് വിളിച്ചു നോക്കാം. ഞാൻ എന്തായാലും അദ്ദേഹത്തിനോട് സംസാരിക്കുക എന്നുള്ള കാര്യം ദേവു പറയുന്നുണ്ടേ. അങ്ങനെ അമ്മ ചെന്നിട്ട് അരുണെ, നീ ഒന്ന് പുറത്തേക്ക് വാ, ആരാ വന്നതെന്നുള്ള കാര്യം നോക്കുക എന്ന് പറയുന്നുണ്ടേ. അങ്ങനെ അരുൺ പുറത്തേക്ക് വരുവാണേ. അങ്ങനെ അരുൺ ദേവുവിനെ കാണുന്നുണ്ട് കേട്ടോ. ആ ദേവു എന്ന് പറഞ്ഞിട്ട് വന്നത് കണ്ടു എന്നുള്ള രീതിയിൽ മാത്രമാണ് കേട്ടോ ഇതാക്കുന്നത്. അതിനുശേഷം അരുണിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താണ് ഭക്ഷണം കഴിക്കാത്തത്? അമ്മയ്ക്ക് നേരത്തിന് ഭക്ഷണം കഴിച്ചിട്ട് ടാബ്ലറ്റ് കഴിക്കണം എന്നുള്ള കാര്യം അറിയില്ലെന്ന് ചോദിക്കുമ്പോൾ ഞാനതിന് അമ്മയുടെ അടുത്ത് ഭക്ഷണം കഴിച്ചോളാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അതെങ്ങനെ അരുണേട്ടാ ശരിയാവുന്നത്? നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് അമ്മ ഭക്ഷണം കഴിക്കോ? എന്തായാലും വാ അരുണേട്ടാ, നമുക്ക് അമ്മയും ഒരുമിച്ച് കഴിക്കുക എന്നുള്ള കാര്യം പറയുന്നുണ്ട്. എനിക്ക് വിശക്കുന്നില്ലെന്ന് അരുൺ പറയുമ്പോ അമ്മയാണെങ്കിൽ ഇത് തന്നെയാണ് അവൻ വന്നത് മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അരുണേട്ടന് എന്താ പറ്റിയത്? എന്തെങ്കിലും ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുവാണേ. ഉണ്ട്, ജോലി കാര്യങ്ങളൊക്കെ നിങ്ങൾ അങ്ങ് പുറത്ത് വെച്ചിട്ട് വേണ്ട ഇങ്ങോട്ട് കയറി വരാൻ വേണ്ടിയിട്ട്. ജോലിയിൽ നിങ്ങൾ പോലീസുകാരനാണ്, പക്ഷെ ഈ വീട്ടിൽ നിങ്ങൾ അമ്മയുടെ മകനാണ്. അതുകൊണ്ട് തന്നെ അമ്മ പറയുന്ന കാര്യങ്ങൾ അരുണേട്ട കേൾക്കണ്ടേ. എപ്പോഴും ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ്, പക്ഷെ ഇന്ന് എനിക്ക് 3 ദിവസത്തെ സസ്പെൻഷൻ കിട്ടി. പറഞ്ഞത് സസ്പെൻഷൻ കിട്ടിയെന്നോ? നീ ജോലിയിലൊക്കെ എപ്പോഴും ഭയങ്കര സത്യസന്ധമായിട്ട് നിൽക്കുന്ന ആളാണല്ലോ. അത് ശരിയാണല്ലോ. അന്ന് ഞാൻ തന്നെ ഹെൽമെറ്റ് ഇടാണ്ട് വന്ന സമയത്ത് ജോലി വേറെ നമ്മൾ തമ്മിലുള്ള റിലേഷൻ വേറെ എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് തന്നെ ഫൈൻ അടപ്പിച്ചതല്ലേ? അല്ലെങ്കിലും ഇപ്പോഴത്തെ കാലത്ത് സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്നത് തന്നെ തെറ്റാണ്. എന്തിനാണ് നിങ്ങളെ സസ്പെൻഡ് ചെയ്തെന്നുള്ള കാര്യം ദേവ് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഒരു റൌഡി എന്നെ സസ്പെൻഡ് ചെയ്യിപ്പിച്ചതാണ്. റൌഡിയോ എന്ന് ദേവ് ചോദിക്കുന്നുണ്ട്. അതെ, 2 തവണ അവന് ഞാൻ തൂക്കിയെടുത്ത് ഉള്ളിലിടാൻ വേണ്ടി നോക്കി. അതിന്റെ തിരിച്ചടിയായിട്ടാണ് അവൻ ചെയ്തത്. അതെന്തിനാണ്? അവൻ അതിന് മാത്രം എന്താ ചെയ്തത്? അതല്ലേ അമ്മ ഞാൻ പറഞ്ഞത്, അവൻ ശരിക്കൊരു റൌഡിയാണെന്ന്. ശരിയായ സമയം കിട്ടിയപ്പോ അവൻ അത് യൂസ് ചെയ്തു എന്നുള്ള കാര്യം പറയണേ. അങ്ങനെ സസ്പെൻഡ് ചെയ്യാൻ മാത്രം നിങ്ങൾ എന്താ അരുണേട്ടാ തെറ്റ് ചെയ്തെന്ന് ദേവ് ചോദിക്കുന്നുണ്ടേ. അമ്മ സുഖമില്ലാണ്ടിരിക്കുക എന്നുള്ള കാര്യം പറഞ്ഞപ്പോ ഡോക്ടറോട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഹെൽമെറ്റ് ഇടാതെ മെഡിക്കൽ ഷോപ്പിൽ മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് പോയി. ആ കറക്റ്റ് ദൃശ്യങ്ങൾ അവൻ ഫോണിൽ പകർത്തുകയും അത് നെറ്റിലിടുകയും ചെയ്തു. അത് കണ്ട് ഹയർ ഒഫീഷ്യൽസ് എന്നെ സസ്പെൻഡ് ചെയ്തു. ഒരു എമർജൻസി ആയതുകൊണ്ട് അങ്ങനെ ചെയ്തു പോയെന്നുള്ള കാര്യം അരുണേട്ടന് പറയാൻ പാടില്ലായിരുന്നോ എന്ന് ദേവ് ചോദിക്കുമ്പോ അതൊന്നും കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ സോഷ്യൽ സർവീസ് എന്തെങ്കിലും ചെയ്യുന്ന ആളായിരിക്കോ എന്നുള്ള കാര്യം ദേവ് ചോദിക്കുമ്പോ
അവൻ അങ്ങനത്തെ ആളൊന്നുമല്ല, ശരിയായിട്ടുള്ള ഒരു ക്രിമിനലാണ്. അവൻ അവസരം കിട്ടിയപ്പോ എന്നോടുള്ള ദേഷ്യം തീർത്തതാണ്. ഇതുവരെ നിന്റെ പേരിൽ ഒരു ചീത്തപ്പേരോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ നിനക്ക് സസ്പെൻഷൻ കിട്ടി. ഇത് എത്രത്തോളം നിന്റെ മനസ്സിനെ വേദനിപ്പിക്കുക എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് മനസ്സിലാകും മോനെ. അരുണേട്ടന്റെ മാനസികാവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇപ്പോ 3 ദിവസത്തേക്ക് നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ വേണ്ടി പറ്റില്ല, അത്രയല്ലേ ഉള്ളൂ. ഇതിലും ഒരു നല്ലതുണ്ട്. ഇതിലിപ്പോ എന്ത് നല്ലതാണെന്ന് അരുൺ കുറച്ച് ദേഷ്യത്തോടു കൂടി തന്നെയാണ് കേട്ടോ ചോദിക്കുന്നത്. അമ്മയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കാറില്ലേ? ഇപ്പൊ 3 ദിവസം അമ്മയുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരം കിട്ടിയില്ലേ? നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ എപ്പോഴും വരും, പക്ഷെ അത് നമ്മൾ നല്ല രീതിയിൽ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അമ്മയോടൊപ്പം 3 ദിവസം ഫുൾ സ്പെൻഡ് ചെയ്യാം. അമ്മയും കുട്ടിയുടെ എവിടെയെങ്കിലും പുറത്തൊക്കെ പോയിട്ട് വാ. അമ്മയുടെ കൂടെ ഇരിക്കാനുള്ള ഒരു ചാൻസ് ആയിട്ട് ഇത് യൂസ് ചെയ്യാനും കൂടി ദേവു പറയുന്നുണ്ട്. ദേവു അരുണിന്റെ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് പറയുന്ന രീതികളെല്ലാം കേൾക്കുമ്പോൾ അമ്മ ഒരു ചെറു പുഞ്ചിരിയോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുവാണേ. ഞാൻ പറയുന്ന കാര്യങ്ങൾ അരുണേട്ടന് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കുവാണേ. ഇങ്ങനെ ഫീൽ ചെയ്തിട്ട് 3 ദിവസം വെറുതെ ചുമ്മാ കളയാതെ അത് എൻജോയ് ചെയ്യാൻ വേണ്ടി നോക്ക്. എനിക്ക് മനസ്സിലായി നീ പറയുന്നത്. ഞാന് ഇങ്ങനെ ചിന്തിക്കാതെ പോയി എന്ന് പറയുന്നത് കേൾക്കുമ്പോ നമുക്ക് എന്ത് നടന്നു കഴിഞ്ഞാലും അതില് ഒരു നല്ലതുണ്ടാകും എന്ന് വിചാരിക്കണം. അപ്പൊ മാത്രമേ നമ്മുടെ ലൈഫ് എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കുള്ളൂ. എന്നാ ഇപ്പോ ആദ്യം അമ്മയോടൊപ്പം പോയിട്ട് ഭക്ഷണം കഴിക്കേ. വാ ദേവു, നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാന്ന് പറയുമ്പോ ഞാനമ്മ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് വന്നത്. ഇപ്പോ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സമയമായി. ഞാൻ വരട്ടെ. അരുണേട്ടാ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് ദേവു അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോഴേക്കും അത്രയും ടെൻഷനായിട്ടിരുന്ന അരുണിനാണെന്നുണ്ടെങ്കിൽ ഒരു മുഖത്ത് ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത് കാണുമ്പോ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. സച്ചി രാത്രിയിലെ വീട്ടിൽ തിരികെ എത്തുവാണ് കേട്ടോ. ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് വരുന്നത്. അരുണിന് സസ്പെൻഷൻ കിട്ടി എന്നുള്ള കാര്യം സച്ചി അറിഞ്ഞു. ആരോ ആയിട്ട് ഫോണിൽ സംസാരിക്കുവാണേ. ഇനി എന്തായാലും അവൻ എന്റെ കാറിന്റെ പരിസരത്തോട്ട് പോലും വരില്ല. അവനത് ആവശ്യമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ ആള് വരുന്നത്. വന്നോടനെ തന്നെ രേവതിയെ പിടിച്ച് കറക്കുന്നൊക്കെ ഉണ്ട്. സച്ചി ഭയങ്കര സന്തോഷത്തിൽ വന്നതുകൊണ്ട് തന്നെ രേവതി ചോദിക്കുന്നുണ്ട്, എന്താ ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ? അതെ രേവതി, ഞാൻ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ്. നീ സ്വീറ്റ്സ് എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുവാണേ. സച്ചിയുടെ മുന്നേ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചേനെ. അല്ല, സ്വീറ്റ് കഴിക്കാൻ മാത്രം എന്താണ് അതിന് മാത്രം നടന്നത്? അതെ രേവതി, അന്ന് എന്റെ വണ്ടി പിടിച്ചോണ്ട് പോയില്ലേ ആ പോലീസുകാരൻ അരുൺ, അവൻ ഇന്ന് നല്ലൊരു പണി കൊടുത്തു. എന്താ സച്ചേട്ടാ, വീണ്ടും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് രേവതി ചോദിക്കുമ്പോ പ്രശ്നം തന്നെയാണ് രേവതി, പക്ഷെ എനിക്കല്ല ആ പോലീസുകാരന്. സച്ചേട്ടൻ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാവുന്ന രീതിയിൽ പറ എന്ന് രേവതി പറയുമ്പോ, സാധാരണ നമ്മള് ആരെങ്കിലും നോ പാർക്കിങ്ങിൽ വണ്ടി നിർത്തുകയോ ഹെൽമെറ്റ് ഇടാണ്ട് വണ്ടി ഓടിക്കുകയോ ഫോണിൽ സംസാരിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുകയോ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസുകാർ പിടിച്ചിട്ട് നമുക്ക് ഫൈൻ ഇടും. എന്നാൽ ഇവിടെയാണെന്നുണ്ടെങ്കിൽ സാധാരണക്കാർക്ക് ഒരു നിയമവും അതുപോലെ പോലീസുകാർക്ക് മറ്റൊരു നിയമവും. ഇവരെല്ലാം തെറ്റ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ആരാ ചോദ്യം ചെയ്യുക എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് അവിടുന്ന് നടന്ന സംഭവങ്ങളെ കുറിച്ചൊക്കെ രേവതിയുടെ അടുത്ത് വിശദീകരിക്കുന്നുണ്ട്. ഇത് കേട്ട രേവതി ആണെങ്കിൽ എന്തിനാ സച്ചേട്ട ഇങ്ങനെയൊക്കെ ചെയ്തത് ചോദിക്കുവാണേ. പിന്നല്ലാതെ ആ വീഡിയോ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടുകയും ആ വീഡിയോ അങ്ങ് വൈറലായി മേലുദ്യോഗസ്ഥന്മാരാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് 3 ദിവസത്തേക്ക് സസ്പെൻഷൻ കൊടുത്തു. എനിക്ക് എന്തായാലും രേവതി ഒരുപാട് സന്തോഷമായി. എന്റെ അടുത്ത് അയാൾ ഓവറാക്കി കളിക്കാൻ വേണ്ടി നോക്കിയതാണ്. എന്നാ ഇപ്പോ അയാൾ വാലും ചുരുക്കി വീട്ടിലിരിപ്പുണ്ടാകും. ഈ സന്തോഷം ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് രേവതി ഞാന് നിന്റെ അടുത്ത് സ്വീറ്റ്സ് ചോദിച്ചത്. ഇത് കേട്ട രേവതി ആണെന്നുണ്ടെങ്കിൽ ഭാഗ്യം ഞാന് സ്വീറ്റ് ഒന്നും ചെയ്യാണ്ടിരുന്നത്. അതെന്താ രേവതി നീ അങ്ങനെ പറഞ്ഞെന്ന് സച്ചി ചോദിക്കുമ്പോ, ഇത് നോക്ക് സച്ചിയേട്ടാ, ഒരാള് ധൃതി പിടിച്ച് ഫോണിൽ സംസാരിച്ചും കൊണ്ട് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മരുന്ന് മേടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ആർക്കോ ശരീരത്തിന് സുഖമില്ല എന്നുള്ള കാര്യം. നിങ്ങൾ എന്തിനാ അതൊക്കെ വീഡിയോ എടുത്തിട്ട് നെറ്റിലിടാൻ വേണ്ടി നോക്കിയത്? അത് പോരാത്തതിന് അവര് 3 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇതൊക്കെ എന്തിനാ സച്ചിനും ചെയ്യാൻ വേണ്ടി പോയെന്നുള്ള കാര്യമാണ് രേവതി ചോദിക്കുന്നത്. ഇതൊക്കെ പാപമാണെന്നുള്ള കാര്യം കൂടി രേവതി പറയുന്നുണ്ട്. എന്ത് പാപമാണെന്ന്? അപ്പോ അവൻ നമ്മളെടുത്ത് ചെയ്തതൊന്നും പാവല്ലേ? അന്ന് ഞാൻ അറിയാതെ കൊണ്ടുപോയിട്ട് വണ്ടിയിൽ ഇടിച്ചതാണ്, ബ്രേക്ക് പോയിട്ട് അതുപോലും പറഞ്ഞിട്ട് അദ്ദേഹം കേൾക്കാതെ എന്നെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടേയിരുത്തി. എന്റെ വണ്ടിയും അവിടെ പിടിച്ചിട്ട് എന്റെ ലൈസൻസ് കട്ട് ചെയ്യാൻ വേണ്ടി നോക്കി. ബ്രേക്ക് പോയതാണെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ടും എന്നെ മനഃപൂർവ്വം കുരുക്കാനല്ലേ അവൻ നോക്കിയത്. അപ്പോ അതൊന്നും പാപമല്ലേ? അവരവരുടെ ജോലിയല്ലേ ചെയ്തത്. എന്ത് ബ്രേക്ക് പോയതാണെന്നുള്ള കാര്യം അറിഞ്ഞിട്ട് എന്നെ മനഃപൂർവ്വം കുരുക്കാൻ വേണ്ടിട്ടോ? അതിനൊക്കെ ഇൻസ്പെക്ടർ നന്നായിട്ട് കൊടുത്തിട്ടല്ലേ വിട്ടത്. ആ കാര്യങ്ങളൊക്കെ അതോടുകൂടി തീർന്നില്ലേ? ഇതെല്ലാം സച്ചേട്ടൻ ചെയ്തത് വളരെ തെറ്റാണെന്ന് പറയുവാണേ. ഒരുപക്ഷെ അവരെന്തെങ്കിലും ധൃതി കാരണമായിരിക്കും അങ്ങനെ പോയിട്ടുണ്ടാവുക. അതേ ധൃതി തന്നെയാണ് രേവതി എല്ലാ സാധാരണക്കാർക്കും ഉണ്ടാവുക. അവരവരുടെ ജോലിയല്ലേ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അരുണിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ നമ്മുടെ രേവതി സംസാരിക്കുന്നത്. അരുണിനെ സപ്പോർട്ട് ചെയ്യല്ല, പക്ഷെ സച്ചി ഒരിക്കലും അതിന്റെ പിന്നാലെ പോയിട്ട് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നുള്ള രീതിയിലാണ് രേവതി സംസാരിക്കുന്നത്. നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് പോലീസ് ചോദ്യം ചെയ്യാനുണ്ട്. അപ്പൊ പോലീസ് തെറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ചോദ്യം ചെയ്യാനുള്ളത് എന്നുള്ള കാര്യമാണ് നമ്മുടെ സച്ചി ചോദിക്കുന്നത്. പൊതുജനങ്ങൾ തന്നെ അവരെ ചോദ്യം ചെയ്യണം. ഇത് നോക്ക് സച്ചിയേട്ടാ, ഒരാളെ പുറമെ കാണുന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും വിലയിരുത്താൻ വേണ്ടിയിട്ട് പാടില്ല. അവരുടെ മനസ്സിനുള്ളിൽ എന്താണുള്ളതെന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ലല്ലോ.
സച്ചേട്ടന് അയാളോടുള്ള ദേഷ്യമൊക്കെ എനിക്കറിയാം, പക്ഷേ ഇങ്ങനെ ഒരിക്കലും പകരം വീട്ടാനൊന്നും പാടില്ല. ഞാൻ വിചാരിച്ച രേവതി നീ എന്നെ ഇതിന്റെ പേരില് പുകഴ്ത്തു എന്നുള്ള കാര്യം. റോഡിൽ നിന്ന ആൾക്കാരും കൂടി ഞാൻ ചെയ്തത് ശരിയാണെന്നുള്ള കാര്യമാണ് പറഞ്ഞത്. എന്നാ രേവതിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എന്റെ ഭാഗത്തേക്ക് തിരിച്ചുവിടുന്ന രീതിയിലാണ് പറയുന്നത്. ഇപ്പൊ നീ ഏതോ ഒരുത്തിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നു, അങ്ങനെയല്ല സച്ചേട്ടാ. അവർക്ക് അപ്പൊ എന്താ എമർജൻസി എന്നുള്ള കാര്യം അറിയില്ലല്ലോ. ഇത് നോക്ക് രേവതി, ഞാനും അതുപോലെ എന്തെങ്കിലും ഒരു എമർജൻസി ആയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഓ പാവം അവൻ എന്തോ എമർജൻസി ആന്ന് പറഞ്ഞിട്ട് അവരങ്ങ് വിട്ടുകളയായിരുന്നോ? അപ്പോഴും വണ്ടി എടുത്തോണ്ട് പോവുകയല്ലേ ചെയ്യുക. നിയമം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. ഇത് നോക്ക് സച്ചേട്ടാ, അയാള് പോലീസുകാരനാണ്. അവരെന്തെങ്കിലും ചെയ്യട്ടെ എന്നുള്ള കാര്യം വിചാരിച്ചാ പോരെ? സച്ചേട്ടന്റെ പണി എടുത്താ പോരെ? അതല്ലാതെ സച്ചേട്ടൻ എന്തിനാണ് ഇതൊക്കെ ഫോണിൽ വീഡിയോ എടുത്തിട്ട് വെറുതെ നെറ്റിലിടാനൊക്കെ നോക്കിയത്? ഇത് വീണ്ടും വലിയ പകയായിട്ട് മാറുമല്ലേ ചെയ്യാ. പകയാവട്ടെ, വീണ്ടും അവൻ എന്റെ പിന്നാലെ വരട്ടെ, ബാക്കി അപ്പം നോക്കാം. അവൻ എന്തെങ്കിലും ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ തിരിച്ച് അങ്ങോട്ടേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റും. ഇത് നോക്ക് സച്ചേട്ടാ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് എന്ന് രേവതി പറയുന്നുണ്ടെങ്കിൽ രേവതി നീ ഒന്നും പറയണ്ട. നിന്റെ അടുത്ത് പറയാൻ വേണ്ടി പോയ എന്നെ പറഞ്ഞാൽ മതി. ഞാൻ പുറത്തു പോയിട്ട് സ്വീറ്റ് വാങ്ങി കഴിക്കേണ്ടതായിരുന്നു. ഇത് നോക്ക് സച്ചേട്ടാ, നിങ്ങൾ കാരണം ഒരാൾക്ക് നല്ലത് നടന്നു, ഒരാൾക്ക് ജോലി കിട്ടി, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വീറ്റ് മേടിച്ചിട്ട് കഴിക്കാമായിരുന്നു. പക്ഷേ നിങ്ങൾ കാരണം ഒരാളുടെ ജോലിയാണ് അത് ബാധിച്ചത്. അത് വലിയ തെറ്റാണെന്നൊക്കെ രേവതി വീണ്ടും വീണ്ടും പറയുന്നുണ്ടെങ്കിലും ചുമ്മാ രേവതി നീ എന്നെ വെറുപ്പിക്കാതെ ഇവിടുന്ന് പോവാൻ നോക്കുക എന്ന് പറഞ്ഞിട്ട് രേവതി ആട്ടുവാണ് കേട്ടോ നമ്മുടെ സച്ചി എപ്പോഴും ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ. പക്ഷെ രേവതിയാണെന്നുണ്ടെങ്കിൽ നൈസായിട്ട് ചെന്നിട്ട് പറയുന്നുണ്ട്, ഭർത്താക്കന്മാര് തെറ്റ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിക്കുന്ന ഒരാളാണ് നല്ല ഭാര്യ. അതനുസരിച്ചിട്ട് നല്ല രീതിയിൽ നടക്കുന്ന ആളാണ് ഭർത്താവ്. അത് മനസ്സിലാക്കണം, ഒന്ന് നന്നായിട്ട് ആലോചിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ചിരിച്ചുകൊണ്ട് അവിടുന്ന് പോവാണ് കേട്ടോ ചെയ്യുന്നത്. അതോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന് രംഗം അവസാനിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിന് കമന്റ് ചെയ്യണേ.